മലയാളത്തിലെ ഒരു പ്രധാന ഹിറ്റ് സിനിമയാണല്ലോ ദൃശ്യം. ദൃശ്യം സിനിമയിൽ ഉൾപ്പെടെ മലയാളികൾ നിരന്തരം അറിയപ്പെടുന്ന ഒരു നടിയാണ് മീന. അവർ ദൃശ്യത്തിൽ മോഹൻലാലിൻ്റെ ഭാര്യയായെല്ലാം അഭിനയിച്ച് മലയാളികൾക്ക് അറിയപ്പെടുന്ന ആ നടി BJP-യിലേക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇത് സംബന്ധിച്ച് തമിഴ്നാട്ടിലെ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് നയിനാർ നാഗേന്ദ്രനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മീന മാത്രമല്ല മറ്റു പല പ്രമുഖരും BJP-യിലേക്ക് വരാൻ നിൽക്കുകയാണ്. വരുന്ന ഇപ്പോൾ 8 മാസം കഴിയുമ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിനോടൊപ്പം അവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നിരവധി പ്രമുഖർ BJP-യിൽ ചേരും എന്നാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഈ മീന BJP-യിൽ ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 2 ദിവസമായിട്ട് ഇത് സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങൾ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ രാധിക ശരത് കുമാറിന്റെ ഭാര്യ BJP-ക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വെറും വാക്കാവാൻ സാധ്യതയില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മീന ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു അത്തരം പോസ്റ്റുകൾ വരുന്നുണ്ട്. നമുക്കറിയാം വളരെ പണ്ട് തൊട്ടേ ഈ തമിഴക രാഷ്ട്രീയവും വെള്ളിത്തിരയും തമ്മിൽ വേർതിരിക്കാനാകാത്ത ഒരു അഭേദ്യമായ ബന്ധം ഉണ്ട്. MGR വെള്ളിത്തിരയിലെ മുടിചൂടാമന്നനായിരുന്നു. ആ മുടിചൂടാമന്നൻ തമിഴക രാഷ്ട്രീയത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്നതും നമ്മൾ കണ്ടു. അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തോടൊപ്പം നായികയായിട്ടും മറ്റും അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിത, അനുയായി ഒക്കെ ആയിട്ടുള്ള ജയലളിത, അദ്ദേഹത്തിന് പിന്നാലെ തമിഴ്നാട് രാഷ്ട്രീയം കൈയടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ജയലളിതയും മുഖ്യമന്ത്രിയായിരിക്കെയാണ് അവർ രോഗബാധിതയായി മരിച്ചത്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ സംഭവവികാസം, കമലഹാസനും അദ്ദേഹത്തിന് പിന്നാലെ ഇളയ ദളപതി എന്നറിയപ്പെടുന്ന വിജയ്, ഇവർ രണ്ടുപേരും തമിഴ് രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടുപേരും സ്വന്തം പാർട്ടികൾ ഉണ്ടാക്കിയാണ്. നിലവിൽ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായ സ്റ്റാലിന്റെ മകനും ഒരു സിനിമാ നടനാണ്. അതെ, ഉദയനിധി സ്റ്റാലിൻ. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. സ്റ്റാലിന്റെ അച്ഛനായിരുന്ന കരുണാനിധി നിരവധി തമിഴ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളാണ്, എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്. അതൊക്കെ ഒരു ചരിത്രമാണ്. ഇപ്പോൾ കമലഹാസനും വിജയും കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ നിരവധി പേർ. നമുക്കറിയാം, നേരത്തെ ഖുശ്ബു കോൺഗ്രസ്സിലായിരുന്നു. അവസാനം കോൺഗ്രസ്സിൽ നിന്ന് അവർ കോൺഗ്രസ് ഉപേക്ഷിച്ച് BJP-യിൽ ചേരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അവർക്കും വലിയ പദവികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ മീനയുടെ കടന്നുവരവ് അത്ഭുതപ്പെടേണ്ട ഒന്നല്ല. നയിനാർ നാഗേന്ദ്രൻ്റെ വാക്കുകൾ നമ്മൾ ശരിയായി പരിശോധിച്ചാൽ അദ്ദേഹം ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യം പറയില്ലല്ലോ. ഒരു സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ നമുക്ക് മുഖവിലക്കെടുക്കാം. അതിനകത്ത് സാങ്കത്യമുണ്ട്. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിൻ്റെ ഭരണം ഏത് വിധേനയും സ്റ്റാലിനിൽ നിന്ന് പിടിച്ചെടുക്കണം എന്ന് BJP തീരുമാനിച്ചിരിക്കുകയാണ്. സ്റ്റാലിൻ അവിടെ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. വലിയ തോതിൽ ഒരു തമിഴ് സ്വയംഭരണ അവകാശമൊക്കെ കൊണ്ടുവന്ന്, ബില്ലെല്ലാം കൊണ്ടുവന്ന് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെയും ഫെഡറൽ സംവിധാനത്തെയും വെല്ലുവിളിക്കുകയാണ്. മാത്രമല്ല, അവിടെ സ്റ്റാലിൻ്റെ അഴിമതി, വലിയ തോതിൽ അവിടെ അഴിമതിയും കാര്യങ്ങളും നടക്കുന്നതായിട്ടാണ് BJP ആരോപിക്കുന്നത്. അപ്പോൾ ആ ആരോപണങ്ങളെ ശരിവെച്ച് കൊണ്ട് സ്റ്റാലിനെതിരായിട്ട് അതെല്ലാം തെളിയിക്കണമെങ്കിൽ BJP-ക്ക് അധികാരം കൂടിയേ തീരുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ ED ഉപയോഗിച്ച് BJP പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും ഭരണത്തെയും, BJP ഇതര മുഖ്യമന്ത്രിമാരെയും ഭരണത്തെയും വേട്ടയാടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. BJP അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അമിത്ഷാ ഒന്നും അത് കേട്ട ഭാവം നടിക്കുന്നില്ല. പക്ഷേ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു. കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം പോലും കൊടുത്തില്ല. അവസാനം മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് ജാമ്യം കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ തെലങ്കാനയിലെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത അവിടെ നടന്ന ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് ആപ്പിനും കുരുക്ക് വീണത്, അരവിന്ദ് കെജ്രിവാളിനും കുരുക്ക് വീണത്.
സമാനമായ ഒരു കുരുക്ക് തന്നെ ഈ കവിതയ്ക്കും കിട്ടി. കവിതയും ജയിലിലായി, അത് വലിയ വിഷയമായി, അതങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ തെലങ്കാന നമുക്കറിയാം, തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, BJP അല്ല. എങ്കിലും ഈ കേസിൽ കള്ളപ്പണം ഇടപാട് നടത്തി എന്നുള്ള കേസിലാണ് ED ഈ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിനെയും കവിതയെയും ഒക്കെ അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പല പ്രമുഖ നേതാക്കളും BJP-യിലേക്ക് വരുന്നു. അതിന്റെ ഭാഗമായാണ് മീന വരുന്നതെന്നും ചർച്ച പുരോഗമിക്കുമ്പോൾ BJP ലക്ഷ്യമിടുന്നത് 2026 തിരഞ്ഞെടുപ്പെന്ന് ചേട്ടൻ സൂചിപ്പിച്ചു. അങ്ങനെ ഒരു അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? കാരണം അവിടെ കോൺഗ്രസും DMK-യും CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള എല്ലാ മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ പാർട്ടികളുമായാണ് DMK ശക്തമായി നിൽക്കുന്നത്. അങ്ങനെ ഒരു ശക്തമായ ഒരു മുന്നണിയെ തകർക്കാൻ BJP-ക്കും അണ്ണാ DMK-ക്കും കഴിയുമോ? ഈ ശക്തമായ മുന്നണി എന്ന് പറയുന്നത് നമുക്ക് തിരുത്താം. ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടി അത് DMK ആണ്. കോൺഗ്രസ് അതിൻ്റെ നിഴൽ പോലുമല്ല. CPM-ഉം CPI-യും അത് ഈ പൊടി പോലുമില്ല അനിക് സ്പ്രേ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ അവസ്ഥ. തമിഴ്നാട്ടിലൊക്കെ അത് ഉണ്ടോ, അതോ അത് വറ്റി വരണ്ട് നശിച്ചു പോയോ? DMK-യുടെ തണലിൽ അവിടുന്ന് ഏതാനും സീറ്റുകളിൽ ജയിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ശ്രീജിത്ത് പറഞ്ഞ പാർട്ടികൾക്കൊന്നും അവിടെ ഇപ്പോൾ കാര്യമായ ഒരു ചലനവും രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. DMK ഒറ്റയ്ക്ക് നിൽക്കാതെ ഒരു ഫാസിസ്റ്റ് ശക്തിയാണെന്ന് എതിരാളികൾ ആരോപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നണി സംവിധാനമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുറച്ച് പാർട്ടികളെ കൂടെ നിർത്തുന്നത്. പിന്നെ കോൺഗ്രസിനെയും CPM-നെയും ഒക്കെ കൂടെ നിർത്തിയാൽ അതിൻ്റേതായ ഗുണമുണ്ട്. ഡൽഹിയിൽ വരുമ്പോൾ ഇവരുടെ പിന്തുണ, പ്രതിപക്ഷത്തുള്ള മറ്റു പാർട്ടികളുടെ പിന്തുണ വേണമല്ലോ. അപ്പോൾ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാൽ അതിലൂടെ SP സമാജ്വാദി പാർട്ടിയെ കിട്ടും, അതുപോലെ ലാലു പ്രസാദ് യാദവിനെ കിട്ടും. പിന്നെ ഈ പറയുന്നത് പോലെ DMK സ്റ്റാലിൻ നേരിട്ട് മമതാ ബാനർജിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പിന്തുണ ഉറപ്പാക്കും. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ നിലപാടെടുക്കാനും ഒരു ശക്തമായ പ്രതിപക്ഷ നിര ഉയർത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഗിമ്മിക്കുകളൊക്കെ സ്റ്റാലിൻ അവിടെ കളിക്കുന്നത്. ഇപ്പുറത്ത് അതേസമയം നമുക്കറിയാം ADMK പണ്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. ജയലളിതയുടെ മരണത്തിന് ശേഷമാണ് അവർക്ക് അതുപോലൊരു നേതാവിനെ ഉയർത്തി കാണിക്കാനില്ലാത്തത് കൊണ്ട് അവർ പിന്നിലേക്ക് പോയത്. അതേസമയം BJP വെറും 1.5% വോട്ടിൽ നിന്ന് അവിടെ 13.5% മുകളിലേക്ക് BJP-യുടെ വോട്ട് പോയിരിക്കുകയാണ്. കേവലം അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമാണ്. BJP-ക്ക് ഒരു സംഘടനാ സംവിധാനവും ഇല്ലാതിരുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇപ്പോൾ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ വളരെ കൃത്യമായി സംഘടനാ സംവിധാനമുണ്ട്. അത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. നമുക്ക് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണല്ലോ, അവിടെ ഒരു മുരുകോത്സവം, സുബ്രഹ്മണ്യൻ്റെ പേരിൽ ഒരു മുരുക ഉത്സവം അവർ സംഘടിപ്പിച്ചു മധുരയ്ക്കടുത്ത്. എന്തായിരുന്നു അവിടെ വന്ന ഭക്തജന തിരക്ക്! അവിടെ RSSൻ്റെ സർസംഘചാലകടക്കമുള്ളവർ ആ വേദിയിൽ വന്നിരുന്നു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അണ്ണാമലയുടെയും തമിഴ്നാട് BJP-യുടെയും തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനകളുടെയും ഒരു വലിയ വിജയമായിട്ടാണ് അതിനെ എല്ലാവരും കാണുന്നത്. ഇപ്പോഴിതാ അതിൻ്റെ ചുവട് പിടിച്ച് സ്റ്റാലിനും അവിടെ ഒരു മുരുക ഉത്സവം സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഈ സ്റ്റാലിൻ്റെ മുരുകൻ ദ്രാവിഡ മുരുകനും അണ്ണാമലയുടെ മുരുകൻ ആര്യ മുരുകനും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ ഈ ഭിന്നിപ്പിക്കൽ പണി അവർ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇതൊക്കെ ഇതിനൊന്നും വലിയ വില ഇല്ല, ഇതൊക്കെ തമിഴ് ജനത തള്ളിക്കളയും എന്ന് നമുക്കറിയാം. ഈ ഭേദഭാവനയൊന്നും അവരുടെ ഇടയിൽ ഇനി ഒരുപാട് കാലമൊന്നും ചിലവാകില്ല. പക്ഷെ പകരം അവർ ദേശീയതയോടൊപ്പം നിൽക്കുന്ന ഒരു ജനതയാണ് തമിഴ് ജനത എന്ന് അവർ നിരവധി സന്ദർഭങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും. അതുകൊണ്ട് ഈ ജാതി രാഷ്ട്രീയം അഥവാ ദ്രാവിഡ രാഷ്ട്രീയം എത്ര നാൾ ഓടിക്കാൻ പറ്റുമെന്ന് സ്റ്റാലിൻ ആലോചിക്കട്ടെ. പക്ഷേ അപ്പുറത്ത് മറുവശത്ത് BJP വളരെ തന്ത്രപരമായിട്ട് സിനിമാ രംഗത്തുള്ളവരെ മാത്രമല്ല മറ്റു പല പ്രഗത്ഭരെയും, ശാസ്ത്രജ്ഞന്മാരെ, റിട്ടയേർഡ് ഉയർന്ന IAS IPS ഉദ്യോഗസ്ഥരെ ഒക്കെ BJP തമിഴ്നാട്ടിൽ BJP-യിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം ബുദ്ധി കേന്ദ്രം അണ്ണാമലയാണ്. അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്കും NDA മുന്നണിക്കും BJP-ക്കും ADMK-ക്കും ഒക്കെ ഒരു വലിയ പ്രതീക്ഷ ഉണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചില അട്ടിമറികൾ സംഭവിക്കും എന്ന്. കാരണം സ്റ്റാലിൻ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഭരിക്കുന്നത്, രണ്ടാമത്തെ ഭരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ഉണ്ട്.
സ്റ്റാലിനെതിരായ ഒരു വികാരമുണ്ട്, സ്റ്റാലിൻ്റെ മക്കൾ രാഷ്ട്രീയത്തിനെതിരായ വികാരമുണ്ട്. അഴിമതി അവിടെ ഒരു വലിയ വിഷയമായി ചോദ്യം ചെയ്യപ്പെടുന്നു. മാത്രമല്ല സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അതും തമിഴ്നാട്ടിൽ വലിയ വിഷയമാണ്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് BJP ഇപ്പോൾ പുതിയ അടവ് നയങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മീന ഉൾപ്പെടെ ഉള്ളവർ BJPയിലേക്ക് വരുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നല്ല സൂചനയാണ്, നല്ല എന്താ പറയുക ശുഭലക്ഷണമാണ് അത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു.